അപ്പോൾ നമസ്കാരമുണ്ട്. ഞാനിപ്പോൾ പല പരിപാടിയായിട്ട് വന്നിട്ട് ഇനിയിപ്പോൾ മാറ്റം, അതായത് നടന്ന പാചകം 3-ാം എപ്പിസോഡിൽ കിടക്കുകയാണ്. ചെറിയൊരു സാധനം കാച്ചുറലായി ഉണ്ടാക്കുന്ന സമയത്ത് ഞങ്ങൾ സൗദിയിലൊക്കെ ഉണ്ടായിരുന്ന ഒരു ചെറിയൊരു സാധനങ്ങളല്ല അവതരിപ്പിക്കുന്നത്. അതിന് വേണ്ടത് ആദ്യമായിട്ട് ഒരു 5 മുട്ട, പിന്നെ ഒരു 2-3 ബ്രെഡ് പീസ്, പിന്നെ 5 സ്പൂണ് പഞ്ചസാര, വലിയ സ്പൂണിന്, ശേഷം ഏലക്കായ് പൊടി പൊടിച്ചത്, ഏലക്കായ പൊടിച്ച് വെച്ചാൽ മതി. ഇതുള്ളതിൻ്റെ ആവശ്യം. പെട്ടെന്ന് കഴിയും, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണിത്. വിഭവം ഇത് ഈ ബ്രെഡ് നമ്മളിതിലിട്ടൊന്ന് പൊടിക്കുക. എന്നതിന് ശേഷം ബ്രെഡ് ഞാൻ മുറിച്ചെടുത്ത് പൊടിച്ച് ഇപ്പം ബ്രെഡ് റെഡി. ഇനിയിപ്പോൾ ചെയ്യാനുള്ളത് ഓക്കെ, നല്ല പൊടിയുണ്ട്. ഇനി മുട്ട നമുക്ക് പൊട്ടിക്കാം. പൊട്ടിക്കാൻ ഒരു 5 മുട്ട അങ്ങനെ പൊടിച്ചിട്ട് ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന വിഭവമാണ്. ഒരു വിഭവമാണ് വിഭവം. ഓക്കെ, വിഭവം എന്ന് പറഞ്ഞു പോകുന്നത് മോശം ചെയ്യാൻ പണ്ടൊക്കെ ഉണ്ടാക്കിയ ഒരുപാട് വലിയ വീഡിയോ ആയിട്ടുള്ള കംപ്ലൈൻ്റ് ഉണ്ട്. എല്ലാവരും കാണാറുള്ളത് ചെറുതാക്കി വെക്കാനുള്ള പ്ലാനാണ്, ഉണ്ടാക്കാനുള്ള പ്ലാനാണ്. ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യും. ഉണ്ടല്ലേ, മിക്സ് ചെയ്തിട്ട് ശേഷം ഏലക്കായ് പൊടി ഇട്ട് കൊടുക്കുക. ഇതാ ഏലക്കായ് കണ്ടില്ലേ, ഏലക്കായുടെ നല്ല ടേസ്റ്റ് കൂടുതൽ. ഓക്കെ, പിന്നെ അതിൽ ഈ 5 സ്പൂൺ പഞ്ചസാര ഞാൻ ഇട്ട് അതിലിടുക. എന്നിട്ട് നല്ലോണം അടിച്ചിങ്ങോട്ട് ആക്കാം. ഓ ഇല്ലേ, സൂപ്പറായിട്ട് ഇങ്ങനെ തന്നെ നല്ലോണം മിക്സ് ആകാം. അപ്പോൾ അതനുസരിച്ച് നല്ല ടേസ്റ്റ് കൂടും. ഇത് നോമ്പ് തുറക്കാൻ നേരത്തെ ഇപ്പം നമ്മൾ സ്പെഷ്യൽ ഉണ്ടാക്കാൻ പെട്ടെന്ന് മഞ്ഞ വെള്ളം നല്ല അങ്ങോട്ട് മിക്സ് ആയി കഴിഞ്ഞാൽ അതിനനുസരിച്ച് ടേസ്റ്റ് കൂടും. നമ്മൾ ഓംപ്ലേറ്റ് ഉണ്ടായ വേറെ ടൈപ്പാണിത്, പക്ഷെ അത് ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. ഇനി ശേഷം പൊടി, ബ്രെഡ് ക്രംസ്, ബ്രെഡ് പൊടി നോക്കുക ടൈറ്റ് വരുന്നതനുസരിച്ച്. 3 3 ഞാൻ 3 ബ്രെഡ് എടുത്തത്. നോക്കിക്കൊള്ളട്ടെ, എല്ലാവരും നല്ലോണം മിക്സ് ആയിക്കോട്ടെ. അടിയില്ല, അപ്പം നല്ല മിക്സായി പൊടി വന്നിട്ടുണ്ട്. ഉണ്ട് നോക്കി, എന്തോ സംഗതി. ലേശം ഉപ്പിടുന്നത് നല്ലതാണ്. ഒരു ഇതിന് ഒരു പൊലിമക്ക് ലേശം ഉപ്പ്, ഒരു പൊടിപ്പ് ലിറ്റിലുണ്ട്, ഒരു ലേശം അത് എന്ത് മധുരപലഹാരത്തിൽ ലേശം ഉപ്പിടുന്നത് നല്ലതാണ്. മറ്റേ ലേശം മുട്ടാക്കുന്നത് പൊടി കൂടുതലല്ല നമ്മളെ മറ്റേ പൊടി, അപ്പോൾ അത് ടേസ്റ്റ് കിട്ടും. അതിന് ടേസ്റ്റ് കൊടുക്കും. അപ്പോൾ ഇനി അടുപ്പ് കത്തിക്കാം. നമുക്ക് അടുപ്പ് കത്തിച്ചിട്ട് എനിക്ക് ഒഴിക്കാം. അടുപ്പ് കത്തിച്ചിട്ട് പെട്ടെന്ന് അടി പിടിക്കാൻ ഇതൊന്ന് വെക്കുക. ഒരു തട്ട് വെച്ചാൽ നേരെ വെക്കുക. അടുപ്പത്ത് വെച്ചു, ചൂടായി. ഈ ശേഷം ഞാൻ ഇടാൻ പോകുന്നത് ഒരു 5 സ്പൂൺ നെയ്യ്, നല്ല മിൽമ നെയ്യാണ്. 1 2 3 3 സ്പൂണ് മതിയാവും. 3-4 സ്പൂണ് മതി, അത് മതിയാവും. അല്ലേ, എല്ലായിടത്തും നെയ്യായിരുന്നു. ഒരു 3 സ്പൂണ് 3-4 സ്പൂണ് മതിയാവും. ഓക്കെ, ഇനി ചെയ്യാനുള്ളത് നമ്മളെ ലേശം അണ്ടിപ്പരിപ്പ്
അല്ലേ 3-3.5 സ്പൂൺ ഇട്ടു. ശേഷം അണ്ടിപ്പരിപ്പ് നമുക്ക് ഇട്ടു. ഇതൊന്നിങ്ങനെ അപ്പോൾ എല്ലാ അണ്ടിപ്പരിപ്പ് മൊത്തമിട്ട് കുറച്ച് പൊടിച്ചൊക്കെ ഇട്ടു ഇതാണ് ചൂടായി കൊടുക്കുന്നത്. നല്ലൊന്ന് ചൊന്ന് വരുമ്പോൾ ഇതാണ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ചുവന്ന് വന്നാണ്. ഇനിയിപ്പോൾ അതിൽ ഞാൻ ഇതിടാൻ പോവുകയാണ്. അല്ലേ ഇതാണ്ട് ഒഴിക്കുക, വേറെ പണിയൊന്നുമില്ല, എളുപ്പമാണ്. കണ്ട് ഒഴിച്ചാൽ മതി. നല്ലോണം ചുവന്ന് വന്നു. ആഹാ സൂപ്പറായിട്ടുണ്ട്. പൊടിഞ്ഞ് വരും സംഗതി. പൊലിപ്പ സാധനമാണ്. എങ്ങോട്ട് തിന്നാലുണ്ടല്ലോ എൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുന്നു. ഇതാണ് ബാച്ചിലർ സ്പെഷ്യൽ കേക്ക്. ഓൺലി 5 minutes യു ക്യാൻ പ്രിപ്പയർ ഇറ്റ് വെരി ഈസിലി. ഏത് ബാച്ചിലറിനും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു വിഭവമാണ്. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. എൻ്റെ പാചകം എപ്പിസോഡ് 3 കഴിഞ്ഞ പ്രാവശ്യം വലിയതായിപ്പോയി. ഈ പ്രാവശ്യം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത് നിങ്ങൾക്ക്. എല്ലാ ബാച്ചിലറും നോമ്പ് തുറക്കുമ്പോഴൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതിനി ഒന്ന് മൂടി വെക്കാം. ഇങ്ങനെ മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് തീ ഇങ്ങനെ തന്നെ വെക്കാം. ഒരു 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തീ ലേശം കുറച്ച് വെച്ചിട്ട് ഒരു മാക്സിമം ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ ഇതിനെടുത്ത് നല്ല സ്മെല്ല് വരും. കേക്ക് ഈസ് റെഡി. ഓക്കെ, വിൽ വെയിറ്റ് ഫോർ ദാറ്റ്. ഞാൻ തുറന്നു നോക്കട്ടെ ആയിരൊന്ന്. ഓക്കെ. ഇതിപ്പോൾ ഇങ്ങനെ കുത്തി വയ്ക്കാലേ ഇതൊക്കെ പറ്റുന്നില്ലെങ്കിൽ കുഴപ്പമില്ല. സത്യത്തിൽ ഇപ്പോൾ 5 മിനിറ്റ് ഞാൻ പറഞ്ഞത്, പക്ഷേ 5 മിനിറ്റ് അല്ല, അത് ഒരു 8 മിനിറ്റിൻ്റെ മേലെ എത്തിയാണ്. അത് സത്യത്തിൽ ഇങ്ങനെ നോക്കിയാൽ മതി. കുത്തിയിട്ട് നോക്കിയാൽ വേണ്ട പറ്റുന്നില്ലല്ലോ. അപ്പോൾ അത് ഓക്കെയാണ്. അപ്പോൾ നമുക്ക് ഇറക്കി വെക്കാം. അപ്പോൾ തീ ഓഫ് ചെയ്യാം. ഒരു 8 മിനിറ്റിൻ്റെ മേലെ വരും. 10 മിനിറ്റിനുള്ളിലായിട്ട് നമുക്ക് നോക്കിയാൽ മതി. 5 മിനിറ്റിനുള്ളിൽ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ അത് സംഗതി റെഡിയാണ്. ഇനി നമുക്കത് എടുത്തിട്ട് ഇതിനി ഇതിലേക്ക് ഒരു മിനിറ്റ്. ഇതിപ്പോൾ ഐഡിയ നമുക്ക്, നമ്മൾ പെണ്ണുങ്ങളല്ലല്ലോ. പ്ലേറ്റ് പൊട്ടിയാൽ ഉറപ്പാണ് പെണ്ണുങ്ങൾ ഇന്ന കാര്യം തീർക്കും. ഓക്കെ അല്ലേ? ഇതാണ് സൂപ്പർ നമ്മളെ ബാച്ചിലർ കേക്ക്. വാട്ട് വി കോൾ ബാച്ചിലർ കേക്ക്. സോ വി ആർ ഗോയിങ് ടു സർവ് ഇത്. ഓക്കെ, ഇതാണ് ബാച്ചിലർ കേക്ക്. മനസ്സിലായോ? ഇതിങ്ങോട്ട് കട്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് തിന്നാനുണ്ടല്ലോ. കട്ട് ചെയ്ത് ഞാൻ കാണിച്ചില്ല. ഒരു പീസ് ഞാൻ അടുക്കുകയാണ് തിന്നാൻ. അത് കാണിച്ചു തരാൻ. ബാക്കിയൊക്കെ പിന്നീട് മുറിക്കാം. ഇതൊരു 3-4 ആൾക്ക് ശരിക്കും തിന്നാം. എന്താ ടേസ്റ്റ്, സൂപ്പർ. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇത് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നൊരു സാധനമാണ് ബാച്ചിലേഴ്സിന്. എന്നിട്ട് നോമ്പിൽ വൈകുന്നേരം ഉണ്ടാക്കാൻ സുഖമാണ്. അതിൻ്റെ സ്മൂത്താണ്. നോക്കട്ടെ, അതിൻ്റെ സ്മൂത്ത് സാധനമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഭയങ്കര ടേസ്റ്റിയാണ്. സത്യത്തിൽ ഇത് നോമ്പിന് മുന്നേ ആവുന്ന വെച്ചിട്ട് പ്രിപ്പയർ ചെയ്തു. പക്ഷേ ലാസ്റ്റ് സമയത്ത് നോമ്പ് തുറക്കുമ്പോഴത്തെ ആയില്ല. നോമ്പ് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ അത് പൊടിച്ചത് ഞങ്ങൾ തിന്നു. അതുകൊണ്ടാണ് ഞാൻ തിന്നത്. നോമ്പ് തുറക്കൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. വെരി ടേസ്റ്റി. ട്രൈ ചെയ്ത് നോക്കേണ്ടി എല്ലാവരും വന്നു. ഓക്കെ, ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത് ഞാൻ നാളെ ലോഡ് ചെയ്യും.
യൂട്യൂബിൽ എല്ലാ ബാച്ചിലേഴ്സും എല്ലാവരും കാണുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു വിഭവമാണ്. നല്ല അല്ല പൊള്ളിച്ച് വന്ന് നല്ല സ്മൂത്താണ്. അപ്പോൾ പറഞ്ഞ മാതിരി ഇനിയും പുതിയ വിഭവങ്ങളും പുതിയ കാര്യങ്ങളുമായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് എത്തുന്നതാണ്. അതുപോലെ ബൈ ബൈ. ടേസ്റ്റ് വെരി ഗുഡ്, വെരി ടേസ്റ്റി. ട്രൈ ചെയ്ത് ഒരുപാട്. നമസ്കാരം. ഒരു നാസർക്ക പ്രവാസി കുഞ്ഞാക്കാണ്ട് വന്നേരം കറിയുള്ളൂല്ലേ. നളപാചകം എപ്പിസോഡ് 4. പുതിയൊരു സാധനമാണ്, പുതിയ ഐറ്റം. ഇതിൻ്റെ ഐറ്റത്തിൻ്റെ പേര് ഞാനിത് ഉണ്ടാക്കിയതിന് ശേഷം ഇടാം, ഇപ്പം പറയുന്നില്ല. ഐ ആം കീപ്പിംഗ് ആസ് എ കോൺഫിഡൻഷ്യൽ അപ് ടു ദി എൻഡ്. അപ്പോൾ ഇതിൽ വേണ്ട സാധനങ്ങൾ: വലിയ 2 ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് കട്ട് ചെയ്തത്, ഒരു 2 വലിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത്, 2 തക്കാളി കട്ട് ചെയ്തത്, ഒരു 2 ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്തത്, പിന്നെ ബ്രെഡ്. ഇതിന് മെയിൻ ഐറ്റംസ് ബ്രെഡ്. ഈ ബ്രെഡ് നമ്മൾ ശരിക്കും ടോസ്റ്റ് ചെയ്തുണ്ടാക്കാം, അല്ലാതെ ഞാൻ ഇപ്പം ചെയ്യുന്ന എളുപ്പത്തിന് ടോസ്റ്റിന് പകരം ലേശം എണ്ണയിൽ നന്നാക്കി നെയ്യൊക്കെ ഇട്ട് ചൂടാക്കുകയാണ്. നെയ്യിലല്ല എണ്ണയിൽ ടോസ്റ്റ് ചെയ്തുണ്ടാക്കണം, കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആവും. ഒരു 1 കിലോ കോഴി ചെറുതായിട്ട് പീസാക്കിയത് കണ്ടില്ലേ, ചെറിയ പീസാക്കിയത്, എല്ലില്ലാതെ കേട്ടോ. പിന്നെ ലേശം ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി. ഇതാണ് ഇതിന് വേണ്ടി. ഇനി വേണ്ട സാധനങ്ങൾ ഉണ്ടതാ: ലേശം കെച്ചപ്പ്, സോയാ സോസ്, ലേശം കുരുമുളകും ഉപ്പും. ഇത് മതി ഇതിന് കാര്യമായിട്ട്. പിന്നെ ഓയിൽ ലേശം. നമുക്ക് ഈ ചിക്കൻ ചെറുതായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യണം. അതായത് ചിക്കൻ കുരുമുളകും ഉപ്പും കൂടെ ഇട്ടു. അപ്പോൾ എന്താ പറഞ്ഞാൽ ഇതിലിടുക. ഏകദേശം ഒരു 10 മിനിറ്റ് ഇട്ടിച്ചാൽ മതി. നമുക്ക് കുരുമുളക് ലേശം ഒന്നും കെട്ട് ഇതിലാക്കി കഴിഞ്ഞാൽ കുരുമുളക് അത്യാവശ്യം ആയിക്കോട്ടെ. എരിവ് വേണ്ട, വേറെ എരിവുള്ള സാധനങ്ങളൊന്നും ഇല്ല. ലേശം എരിവാണ് എരിവ് കൂടുതലുള്ളവർക്ക് കുരുമുളക് ലേശം കൂടുതലിടാം. ലേശം ഉപ്പ്. നല്ലൊന്ന് കുഴച്ചിട്ടേ ഇങ്ങോട്ട് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആകുമ്പോൾ നമുക്ക് മറ്റുള്ള പണികളൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇത് ഇങ്ങോട്ട് ആവും. ഇത് ശരിക്കും പിടിച്ചിരിക്കും മസാലയൊക്കെ. എന്നതിന് ശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് പൊരിച്ചെടുക്കാം. ഇതാണ് മെയിൻ സാധനം. ഇതിൻ്റെ കുരുമുളകുണ്ട് കേട്ടോ, അതിൻ്റെ കുരുമുളക് പിടിച്ചിടും. ഓക്കെ, ഇത് കൊടുക്കട്ടെ. അപ്പം ഇനി അടുത്ത ഐറ്റം നമുക്ക് തുടങ്ങാനുള്ളത്, ഇതിൽ നമുക്ക് ലേശം ആദ്യം ഉരുളക്കിഴങ്ങ് പൊരിച്ചെടുക്കാം. അപ്പോൾ അത് കൊടുക്കാം അല്ലേ. ഓക്കെ, ഞാൻ കൈ കഴിക്കട്ടെ. അപ്പോൾ നമുക്ക് ഉരുളക്കിഴങ്ങ് പൊരിച്ചെടുക്കാം. അതിന് ലേശം ഓയിൽ ഒഴിക്കുക. ഈ ഓയിൽ നമുക്ക് മറ്റുള്ളതിനൊക്കെ ഉപയോഗിക്കും കേട്ടോ. ഈ എന്താ പറയുക, ഈ ഉള്ളി വാട്ടുന്നതിന് കോഴി കുറേക്കോട്ടെ ഇവിടെ ഉണ്ടാവും. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. നമ്മൾ ഉരുളക്കിഴങ്ങിലിടാം. ഇതാ ഞാൻ വെളിച്ചെണ്ണയിൽ ഇട്ടതിന് മുഴുവൻ ഇട്ടില്ല, കുറച്ചിട്ടത്, എന്നാലേ വേവുള്ളൂ. അപ്പോൾ ഇത് വെന്തതിന് ശേഷം നമുക്ക് അടുത്തും കൂടെ ഉപയോഗിച്ചെടുക്കാം. ആ അടുപ്പൊന്ന് പെട്ടെന്നാവില്ല. അപ്പോൾ ഞാനത് അടുപ്പൊന്ന് മാറ്റി. കാരണം തീ കുറവാണ്, നമുക്ക് സാധനം ആക്കണ്ടേ. ശേഷം മൂടി വെച്ചേക്കാം, എന്നാൽ പെട്ടെന്നാവുകയാണെങ്കിലോ. അല്ലാതെ പാകമായിക്കാണ് ഞാൻ കണ്ടില്ലേ, മുരിഞ്ഞു വന്നു. എനിക്ക് നേരിട്ട് ഓഫായിട്ടുണ്ട്. പൊട്ടറ്റോ ഒക്കെ കുറച്ച് കൂടുതലിട്ടാലേ ടേസ്റ്റ് കൂടുക ചെയ്യാറ്. അതേമാതിരി തന്നെ ക്യാപ്സിക്കം കൂടുതലിടുക. പിന്നെ അതന്നെ, ഇത് 2 സാധനം കൂടുതലിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് കൂടുക. അപ്പോൾ ഞങ്ങൾ കുറച്ചാട്ടത്. പിന്നെ ഞങ്ങൾ പൊതുവേ മുളകൊക്കെ കുറയ്ക്കുന്ന ആളാണ്. മുളകും കുറച്ചാട്ടത് നിങ്ങൾക്ക് വേണ്ടി അനുസരിച്ചിട്ടാണ് ഞങ്ങൾ 2 മുളകാണ് ഇടുന്നത്. ശരിക്കും 2 മുളക് ഇടില്ല.
ഞാൻ പട്ടുമ്പോൾ ഈ പടുത്ത് തുടങ്ങുകയാണ് ഇത് ഇടാൻ. അപ്പം കാണിച്ചത് ഇതാത് ഞാൻ കോരെടുക്കുകയാണ്. ശരിക്കത് ഉണ്ടല്ലേ, ശരിക്കത് വെന്തിട്ടുണ്ട്. സൗദി അറേബ്യയിലൊക്കെ ആകുമ്പോൾ ചിപ്സ് ഇങ്ങോട്ട് മറ്റേ പൊട്ടറ്റോ ചിപ്സ് വാങ്ങിയത്. ഇനി ഇറച്ചി പൊരിക്കട്ടെ. മറ്റേതൊക്കെ ആയിട്ടുണ്ട്. ഞാൻ തൽക്കാലം ഇപ്പം ഇറച്ചി പൊരിക്കുകയാണ്. കോഴി നല്ലോണം ഒന്ന് പൊരിപ്പിച്ചെടുക്കുക ചെറുതായിട്ട്. നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതാണ് മെയിൻ ഐറ്റം. ഇത് സത്യത്തിലൂടെ ആരും ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. നമ്മൾ കഴിഞ്ഞ ആഴ്ച വൈഫ് ഒന്ന് ഒരു പരീക്ഷണം നടത്തിയൊക്കെയാണ് ഒരു പുതിയൊരു ഐറ്റത്തിന് അങ്ങനെ കണ്ടുപിടിച്ചത്. പലരും അവിടുത്തോളൊക്കെ കണ്ടിട്ടായിരിക്കും പലതുണ്ടാക്കുക. ഞങ്ങൾ അതല്ല, ഞങ്ങളുടേതായ ഒരു ക്രിയേഷൻസാണ് ഇത്. എൻ്റെ പേര് അതുകൊണ്ടിട്ടില്ല, അതിന് പേര് ഞാനിടും. കാശ് പറഞ്ഞത് എന്താ ഒരുവിധം മുരിഞ്ഞ് റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ? അപ്പം പറഞ്ഞോട് തെറ്റിട്ടുണ്ട്. മുരിയാന്നല്ല, വേവ്. മുരിഞ്ഞ് കഴിഞ്ഞാൽ ഉറച്ചു പോകും. അത് എല്ലാം വെന്തിട്ടുണ്ട് അല്ലേ? ഒച്ച മാറി ഒരു വെന്ത് കിട്ടിയാലും ഇങ്ങോട്ട് എടുക്കുക. പറഞ്ഞോട് തെറ്റിപ്പോയത്. അപ്പോൾ നമ്മളത് കോരിട്ട് ഒരു ബൗൾക്കാക്കാണ്. ഞങ്ങൾ മറ്റേ എന്താ പറയുക, കോഴി ഒരു പാകമായിട്ട് പൊരിച്ചെടുത്തത് അത് ഞാൻ ബൗളിൽ കോരി വെച്ചതാണ്. ഞാൻ അടുത്തത് എല്ലാ കൂട്ടം കൂടിയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇത് അടുത്തത് ബ്രെഡ് ടോസ്റ്റ് ചെയ്ത പോലെ ഞങ്ങളിതിട്ടൊന്ന് എണ്ണയിലിട്ടൊന്ന് വാട്ടിയെടുക്കുകയാണ്. ബ്രെഡ് ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഒരു പാക്കറ്റ് ബ്രെഡ് ഉണ്ട്, ഒരു പാക്കറ്റിൽ കൂടുതലുണ്ട്. ഞങ്ങൾ മാക്സിമം കൂടുതൽ ഉണ്ടാക്കാന്നുള്ളൂ. അപ്പോൾ കുറച്ചും കൂടെ അരിഞ്ഞ അവിടെ ഉണ്ട്. ഇത് ഉണ്ടല്ലേ, നല്ലോണം ഇങ്ങോട്ട് ചുവന്ന ടൈപ്പിലാണ്. ഈ ഡസ്ക് മാറിയാണ്ട് മുറിഞ്ഞു. ഡസ്കിൻ്റെ എല്ലാം സോഫ്റ്റ് ഉണ്ടാവും. ഇതുപോലെ നമ്മൾ മുറിച്ചുകാൻ ഉണ്ടാക്കാൻ കാണുന്നില്ല. എല്ലാ ഭാഗം നമ്മൾ ചൂടായി ഒന്നും ഇങ്ങോട്ട് ഉഷാറാവുന്ന വെച്ചിട്ടാണ് ചെയ്ത്. അല്ലാതെ ശരിക്കും ടോസ്റ്റ് ചെയ്തിട്ടും ചെയ്യാം. ടോസ്റ്റ് മെഷീനിട്ട് എടുത്തിട്ട് മുറിച്ചുകാൻ ഇട്ടാൽ മതി. പക്ഷെ അതല്ലല്ലോ, ദേശം എണ്ണയിൽ തന്നെ ഇങ്ങനെ ചെറിയ മുറിഞ്ഞാൽ അത് പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. നിങ്ങൾക്ക് പല മറ്റേ ടൈപ്പിലും ചെയ്യാം, ഇങ്ങനെയും ചെയ്യാം. കണ്ടില്ല, നല്ല മുരിഞ്ഞിട്ട് പാകമാണ്. മുരിന്തോടെ ടേസ്റ്റ് ഉണ്ടാവും. ഓ, നിങ്ങൾ തിന്നു നോക്കണ്ട, എന്തോ ടേസ്റ്റ് ആയിരുന്നു. പൊതുവെ ഞാൻ ഉണ്ടാക്കുന്ന, അതായത് എൻ്റെ വൈഫിൻ്റെ കണ്ടുപിടുത്തങ്ങൾ അതൊക്കെ. നാളെ ബാച്ചിലർ കേക്ക് ഉണ്ടാക്കി, അത് സ്വന്തം ക്രിയേഷനാണ്. അത് എൻ്റെ ക്രിയേഷൻ തന്നെ. ഞാൻ അതിന് ശേഷം പല ടൈപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് പറഞ്ഞ പെണ്ണുങ്ങൾ നോക്കുന്നുണ്ട്, വേറെ കാര്യം. അപ്പോൾ ഇത് വൈഫിൻ്റെ ക്രിയേഷനാണ്. നോക്കട്ടെ. ഓ, എന്തോ ഒരു ടേസ്റ്റ് ആയി. എന്താ മുറിച്ചിട്ട് ഉണ്ടല്ലേ? ഞാൻ കേട്ട് ചിക്കൻ കൂട്ടിയിട്ട് ഇതുണ്ട്, ഒരു പിടുത്തണ്ട് മോനെ. അതൊരു വല്ലാത്ത പിടുത്താണ്. അത് തിന്നാൽ പൂതിയോടില്ല. അങ്ങനത്തെ ഒരു സാധനം. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ പേര് ഞാൻ വൈഫ് പറഞ്ഞ പേരല്ല, ഞാൻ വേറെ പുതിയ പേരിടാൻ പോവാണ്. വി കോൾ അൽമാൻകുട്ടി. വൈഫിൻ്റെ അടുത്ത് ഞാൻ ആദ്യം തന്നെ റോയൽറ്റി വാങ്ങിച്ചു. പേരിടുന്നില്ല. ഞാൻ തൊടാ അതിൻ്റെ റോയൽറ്റി എനിക്ക് തരാറുണ്ട്. ഓടെ പേര് വേറെ ആയിരുന്നു. അപ്പം ഞാൻ വേറെ അൽമാൻകുട്ടി. അൽമാൻകുട്ടി വേൾഡ് വൈഡ് ആകുക. പണ്ട് കോഴിക്കോട് നിന്ന് മഫ്ത ഉണ്ടാക്കിയിട്ട് വേൾഡ് വൈഡ് പേര് കേട്ടത്. കോഴിക്കോടാണ് മഫ്തായിട്ട്. അതേമാതിരി ഈ ഒരു ഡിഷിന് ഞാൻ ഒരു ഡിഫറെൻറ്റ് പേര് അൽമാൻകുട്ടി ഉണ്ടാക്കും. ഫൈനൽ പരിപാടി തുടങ്ങാനായി ആദ്യം ഞാൻ ഇടുന്നത് വെളുത്തുള്ളിയാണ്. ഇതാ വെളുത്തുള്ളി. വെളുത്തുള്ളി ഇടുന്നു. ഈ വെളിച്ചെണ്ണ എണ്ണ പറഞ്ഞതേ സത്യത്തിൽ ഇത് ഇങ്ങനത്തെ ഡിഷുകളുണ്ടാകും. പ്രത്യേകിച്ച് നമ്മൾ എന്താണ് ഈ ടൊമാറ്റോ കെച്ചപ്പ് ഈ സോസൊക്കെ വയ്ക്കുന്നതിൽ ഓയിലാണ് യൂസ് ചെയ്യാൻ നല്ലത്.
വെളിച്ചെണ്ണയിലും ഉണ്ടാക്കാം, പക്ഷെ ഓയിലാകുമ്പോൾ അത് വേറെ ടേസ്റ്റ് ആയിരിക്കും. എനിക്ക് വെളിച്ചെണ്ണ ഇഷ്ടം, പക്ഷേ പ്രേക്ഷകർക്ക് അതായിരിക്കില്ലല്ലോ. അപ്പൊ അടുത്തത് ഇടുന്നത് പച്ചമുളക്. പച്ചമുളക് നമ്മൾ രണ്ടെണ്ണം ഇടുന്നുണ്ട്. എരിവ് നിങ്ങൾക്ക് ആവശ്യത്തിന് കൂടുതലിടാം. ഞാൻ ലേശം പകുതി ഇടുന്നുള്ളതാണ്, ഞങ്ങൾ എല്ലാ എരിവ് കിട്ടില്ല, അതുകൊണ്ടാണ്. പിന്നെ വെളിച്ചെണ്ണ ഇഞ്ചി ഒരു ലേശം ഉണ്ടാക്കി. ഓക്കെ, ഇത് മതി. ഇനി എന്തോന്നുണ്ട് ഒന്നുകൊണ്ട് പാടി മുരിഞ്ഞ് വരുമ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിടാം. ഇതിന്റെ പേര് ലോക പ്രശസ്തിയാകാൻ പോകുന്ന ഒരു പേരാണ് അൽമാം പൊടി. ആദ്യം തന്നെ വെളുത്തുള്ളി ഇടണം, എന്നാലേ അതിന്റെ സ്മെല്ലും അതിന്റെ ടേസ്റ്റും കിട്ടുള്ളൂ. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ 2 സ്പൂണോണ്ട് വെളുത്തുള്ളി, 1 സ്പൂണ് ഇഞ്ചിയുണ്ട്, അതായത് അരച്ച് വെച്ചത്, കൈകൊണ്ട് പൊടിച്ചതാണ് കുത്തിയിട്ട്. പിന്നെ ഇതിലിട്ടത് മറ്റേ ഒരു 2 പച്ചമുളക്. പക്ഷേ ഞാൻ ഇട്ടത് 1 പച്ചമുളകാണ്. 3-4 കളർ എടുക്കാം. ഇനി ഞാൻ ഉള്ളി ഇടാൻ പോകുന്നത്. മുരിഞ്ഞ് വരുന്നുണ്ട്, നല്ല മുരിഞ്ഞ് വരാൻ അങ്ങനെ ടൈമില്ല, നല്ല മുരിഞ്ഞ് വന്നത്. വെളുത്തുള്ളി എല്ലാം മുരിഞ്ഞ് വരുമ്പോഴാണ് മറ്റുള്ള ഇഞ്ചും മുളകൊക്കെ ഇടേണ്ടത്. പിന്നെ അതെല്ലാം മുരിഞ്ഞ് വരുമ്പോഴാണ് വലിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത്. ഇതൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തൊക്കെ ആവശ്യം, അതിനനുസരിച്ച് ടേസ്റ്റ് ഉണ്ടാവും. പലരും പറയും വെളുത്തുള്ളി നീട്ടി കട്ട്, അതല്ല, ഓരോ ഡിഷിനും അതിൻ്റെ കട്ടിങ് ഉണ്ട്. അതാണ് അതിൻ്റെ ടേസ്റ്റിന്റെ വ്യത്യാസം വരുന്നത്. ഞങ്ങളൊരു സ്ഥാപനമുണ്ട്, ഇതിൻ്റെ ഞാൻ പറഞ്ഞുള്ളൂ, കോഴിക്കോട് വയനാട് റോഡിൽ ടീ സ്റ്റേഷൻ. അവിടെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് തന്തൂരി ചിക്കനുകൾ, പിന്നെ ഫ്രൈഡ് റൈസ്, മെയിൻലി ഇതാണ് ചിക്കൻ, തന്തൂരി ചിക്കൻ. അവിടെ അതായത് ടീ സ്റ്റേഷൻ്റെ ഒരു സ്പെഷ്യൽ ചിക്കൻ ഉണ്ട്, പെപ്പർ തന്തൂരി ഫാം, തന്തൂരി മൈന ഫാം. ഓ, അതിൻ്റെ ഗ്രേവി എന്തോ ഒരു ടേസ്റ്റാണ്. ആരെങ്കിലും വയനാട്ടിലോട്ട് പോകേണ്ടത് അവിടെ വാങ്ങിച്ചു നോക്കണ്ടി. അത് മോണിക്കൽ കഴിഞ്ഞാണ് അവിടെ ആ മുക്കിൽ പള്ളിത്താരത്തിൽ വളവിലാവുന്നത് കാണാം. ഇപ്പൊ ഈ കോവിഡ് കാലത്ത് പാർസൽ മാത്രമേ ഉള്ളൂ, പാർസൽ കണ്ടമാനം പോകുന്നുണ്ട്. ഒരു ഡിഫറെന്റ് ടേസ്റ്റ് ആണ് അതിൻ്റെ, അവരുടേതായ സ്പെഷ്യലാണ്. ആരെങ്കിലും അവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞതോളൂ, നമ്മുടെ സ്ഥാപനമാണ്. അപ്പൊ ഉള്ളി ഒരു വാങ്ങിച്ചു വന്നിട്ടുണ്ട്. ഞാൻ ലേശം ഉപ്പ് ഇടുന്നു കേട്ടോ. ഉപ്പ് എല്ലാം ഇട്ടില്ലെന്ന്, കാരണം എന്ന് പറഞ്ഞാൽ ഇത് ആ സോസൊക്കെ ഒഴിക്കുന്നതുകൊണ്ട് ഉപ്പ് എല്ലാം കൂടുതലിടാൻ പറ്റില്ല, അപ്പം ടേസ്റ്റ് പോകും. ഇത്ര ഇട്ടുള്ളൂ. മറ്റേ ചിക്കനിൽ കൂട്ടിയാൽ മാത്രം ലേശം ഉപ്പിട്ട്, അല്ലാതെ വേറെ ഒന്നും ഇട്ടില്ല. ഇപ്പം ലേശം ഇട്ടിരും, ഇത് മാത്രമാണ് ഇടുന്ന ഉപ്പ്. അപ്പം ഒന്ന് ഇതാ, ഈ ചൈനീസ് ഡിഷിനൊക്കെ വല്ലാണ്ട് മുറിയാൻ പറ്റില്ല, അത് കണ്ടില്ലേ, ഒരു ഇതായിട്ടുണ്ട് ഇതിപ്പം. അപ്പം ഞാൻ അതിലേക്ക് ക്യാപ്സിക്കം ഇടാം. ക്യാപ്സിക്കം പറഞ്ഞു, 2 ക്യാപ്സിക്കം അരിഞ്ഞ് വെച്ചത് ഇതാ, കണ്ടില്ലേ, ഇതിലിടാം ക്യാപ്സിക്കം. ഓക്കെ, ക്യാപ്സിക്കം ആണ് മറ്റേ ക്യാപ്സിക്കം ഈ ചൈനീസ് ഡിഷിൻ്റെ ഒരു സ്പെഷ്യൽ സാധനമാണ്. എല്ലാ സാധനം നമ്മൾ വീട്ടുമുറ്റത്ത് നിന്ന സാധനമല്ല ഒക്കെ ഉപയോഗിക്കുന്നത്, എല്ലാ കടകളിലും കിട്ടും. ഇത് ഉണ്ടാക്കി കഴിഞ്ഞാലുണ്ടല്ലോ കുട്ടികളെ കണ്ടിട്ട് ഇനി ഉണ്ടോയെന്ന് ചോദിക്കും. ഉണ്ടാകുമ്പോൾ അത് കൂടുതൽ ഉണ്ടായിക്കൊണ്ട് ഒരു 4-5 ആൾക്കാരുള്ള വീടാണെങ്കിൽ ഉറപ്പായിട്ടും തിന്നാലും മതിയാവില്ല, ടേസ്റ്റ് കൊണ്ട്. അതിന് ഇനിയിപ്പോൾ തക്കാളി ഇടുക, 2 തക്കാളി മുറിച്ചിട്ടുക. ഓ, 2 തക്കാളി ഇടും. തക്കാളി വളരെ ചെറുതാക്കാൻ കിട്ടും. അത് ഒരു തക്കാളി 4-5 കഷ്ണം അത്ര ഉണ്ടാവും. നമ്മളതിൻ്റെ കടിക്കുള്ളൂ, കരിഞ്ഞു പോകും. ഇനി നമുക്ക് ഇതിലിടാവുന്ന ചിക്കൻ ആട്ടോ. ചിക്കൻ കണ്ടില്ല, ഞാൻ നല്ലോണം ഇതാക്കി വെച്ചിട്ടുണ്ട്, വേവിച്ചിട്ട് എണ്ണയിൽ വേവിച്ചെടുക്കാം. നമ്മൾ ഉള്ളിയിലും ഈ ചിക്കനിലും മാത്രമാണ് ലേശം ഉപ്പിട്ടത്, പിന്നെ മുളകിട്ടത് ആ ഉള്ളിയിൽ, അല്ല ചിക്കനിൽ ലേശം ഇട്ടത്, വേറെ മുളക് ഇട്ടില്ല. പൊതുവെ ചൈനീസ് ഭക്ഷണത്തിന് മുളക് കുറവായിരിക്കും, ആർക്കെങ്കിലും കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ മുളക് ഇട്ടോളൂ, അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കാം ഇതിലേക്ക് കുറച്ച് എരിവ് വേണമെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ചില്ലി സോസ്, ചില്ലി സോസ്, പച്ച ചില്ലി സോസ് ഉണ്ട്, അത് ഉപയോഗിക്കാം. ഞാൻ ഉപയോഗിക്കില്ല, കാരണം എനിക്ക് അത് ശരിയാകത്തില്ല. ചില്ലി സോസ് ഉപയോഗിച്ചാൽ വേറെ പച്ചമുളക് ഇടും, നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും.
ഇനി ഇപ്പോൾ ഒഴിക്കാൻ പോകുന്നത് എന്താ പറയുക, സോയാ സോസ്. ഒരു ലേയർ ഒഴിക്കുക, ഒരു സ്പൂണ്, ഒറ്റ സ്പൂൺ സോയാ സോസ്. മതി, ഒരു സ്പൂണായിട്ടുണ്ടാവും. കൂടുതൽ ഒഴിക്കരുത്, ടേസ്റ്റ് പോകും. ഞാൻ പാത്രം തന്നെ ഒഴിക്കാം. സോയാ സോസ് ഇടുന്നുണ്ട്, സ്മെല്ല് ചൈനീസ് ഫുഡ്. ആൾക്കാർ പുറത്ത് അന്വേഷിച്ചത് എന്താ ചൈനീസ് ഫുഡ് ഇവിടെ ഉണ്ടാക്കുന്നത്. അതിന് വായ വെള്ളം. ഇനി ലേശം നമുക്ക് ടൊമാറ്റോ പേസ്റ്റ്, രണ്ട് സ്പൂൺ. സൂപ്പർ, അതിന് വെള്ളം ഒന്നും വേണ്ട. ഇനി അടുത്ത ഭാഗം നമുക്കിടാം, ഇതിലിടാം. അപ്പം നിങ്ങളുടെ സ്വന്തം കണ്ടുപിടുത്തങ്ങളാണ്, നിങ്ങൾ ചെയ്ത് നോക്കണ്ട കേട്ടോ. ഇവൻ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കും, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. കുട്ടികൾ പിന്നെ ഇനി ഉണ്ടാവും, മോഡൽ പോലെ ഭക്ഷണം കഴിക്കാൻ. നേരെ ഉണ്ടാക്കി തരാൻ പറഞ്ഞു ഉമ്മമാരോട്. ഈ വേണമെങ്കിൽ നമുക്ക് സൗദിയിലൊക്കെ കുബൂസില്ലേ, കുബൂസിൻ്റെ കൂട്ടി തിന്നാം, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ തിന്നാം. അങ്ങനെ തന്നെ തിന്നാൻ ഒരുപാട് ചെയ്യുന്നുണ്ട്. കുറച്ചാളുണ്ടാക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, കുബൂസ് വാങ്ങിച്ചിട്ട് കൂട്ടിയാൽ മതി. ഇനി അടുത്ത് ചെയ്യണം ബ്രെഡ് വെക്കുക. ബ്രെഡ് പൊരിച്ചിട്ടില്ലേ, നോക്കട്ടെ, നേരെ കണ്ടില്ല, ഇങ്ങനെ എടുത്ത് നല്ലോണം മിക്സ് ആക്കിയിട്ട് അങ്ങനെ അങ്ങോട്ട് എന്താ ചിക്കനും ബ്രെഡ്, ക്യാപ്സിക്കോ, ഉള്ളി എല്ലാം കൂടെ മിക്സായി. ഇതിൻ്റെ പേരാണ് അൽമാൻ കുർബി. അൽമാൻ കുർബി കേട്ടിട്ട് പെണ്ണുങ്ങൾ ഭയങ്കര ചൂടിലാണ്. പക്ഷേ എനിക്ക് ഈ പേരൊന്ന് വെറൈറ്റി ആണ്, ചെറുപ്പിലേ കേൾക്കുന്നൊരു പേരാണ്. പ്രത്യേകിച്ച് നമ്മളെ കുടുംബത്തിൻ്റെ ഇടക്കിടക്ക് പറയുന്നത് അൽമാൻ കുർബി, അൽമാൻ കുർബി. അപ്പം അൽമാൻ കുർബി ഒന്ന് ഫേമസ് ആക്കണമെന്നില്ല കുറേ കാലം ആലോചിക്കും. അപ്പം ഇപ്പോൾ ഇങ്ങനൊരു ഡിഷ് ഉണ്ടാക്കിയപ്പോൾ ഞാനാ പറഞ്ഞു ആദ്യം. അത് നമ്മളെ എൻ്റെ ഫ്രണ്ട് കോയനോട് ചോദിച്ചാൽ കോയ പറഞ്ഞു, ഇക്ക അതന്നാണ് ഏറ്റവും നല്ല പേര്, ഇട്ടോളി മതി, നമുക്ക് വൈറലാക്കാം. അങ്ങനെയാണ് പേര് ഇട്ടത്. ഇതിന് വൈഫിട്ട പേരെന്താ അറിയാം, ബ്രെഡ് ബജി. നമ്മളാ ഇംഗ്ലീഷ്. ഇത് നമ്മുടെ നാട്ടിലെ പേരാണ് അൽമാൻ കുർബി. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു അൽമാൻ കുർബി ബ്രെഡ് ബജി എന്ന് പറഞ്ഞു. അപ്പം പോയ ഒന്നും പറ്റൂല, അൽമാൻ കുർബി ബ്രെഡ് ബജിയും ബ്രെഡ് ബജിയും ഇല്ല, ഇത് അൽമാൻ കുർബി മാത്രം ഇടുക, അപ്പം നമുക്ക് വൈറലാക്കാം. തീ ഓഫ് ചെയ്തു, ഞാൻ വിളമ്പാണ്, ഇപ്പോൾ പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യണം. അപ്പോൾ ഇതാണ് ഞാൻ ഉണ്ടാക്കിയ അൽമാൻ കുർബി. ഒന്ന് കണ്ടു, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇതൊരു സ്പെഷ്യൽ ഫുഡാണ്, ചൈനീസ് സ്പെഷ്യൽ ഫുഡാണ്, ഞങ്ങളുടേതായ ക്രിയേഷനാണ്. ചൈനീസുകാർ ചൈനക്കാരാണ് ഫുഡ് ഉണ്ടാക്കാറ്, പക്ഷെ ഞങ്ങൾ ഇന്ത്യൻ കേരളീയൻസിൻ്റെ കണ്ടുപിടിച്ച ഒരു ചൈനീസ് ഫുഡാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. കുട്ടികൾക്കും വലിയവർക്കൊക്കെ വയറ് നിറച്ച് കഴിക്കാം. ആസ് എ ഗുഡ്, ഒരു പ്രാവശ്യം കഴിച്ചാൽ ഹെൽത്തി ഫുഡാണ്. ഒരു പ്രാവശ്യം കഴിച്ചാൽ തീർച്ചയായിട്ടും കുട്ടികൾ ഇനിയും വേണമെന്ന് പറയും വൈകുന്നേരം. ഓക്കെ, ബൈ ബൈ ബൈ. നാസർ ചമാറ്റ്. ഞാൻ എൻ്റെ കലാപരിപാടി തുടങ്ങാൻ പോകും കേട്ടോ. നിങ്ങളോട് വെല്ലുവിളി ഏറ്റെടുത്തെങ്കിലും തൽക്കാലം ഇപ്പം തുടങ്ങി നോക്കണ്ട്. എവിടെ എത്തുമെന്ന് അറിയില്ല. ചിലപ്പോൾ ലാസ്റ്റ് ആകുമ്പോൾ കൊളായി കൊളായില്ല. കണ്ടില്ല, ഉള്ളി മുറിക്കുക. മനുഷ്യനിപ്പോൾ ഉള്ളി മുറിക്കാൻ കൈ മുറിയോന്നാണ് പേടിപ്പോ. കണ്ടില്ല, എന്താണ് ഉള്ളി? ദിസ് ഇസ് കോൾഡ് ഓണിയൻ. हिंदी में क्या बोले मुझे पता नहीं. सवाड़ा, सवाड़ा, we call सवाड़ा. I don't know what we call in Arabic. Okay, ഉള്ളി എങ്ങനെ ചെയ്യുന്നത്? ഉള്ളി പൊടിച്ചാൽ ഉള്ള വാങ്ങുന്നത് നീ കഴുകണ്ടല്ലാക്കത് ഇതാ പോണ് ഉള്ളിയുടെ പോണ്. ഓക്കെ ഓക്കെ, ഇതൊന്ന് കഴുകിക്കോട്ടെ, അപ്പം നടക്കൂല. ആ സൂപ്പർ.
എന്തോ ഒരു കഷ്ടമാണ്. അന്ന് ക്യാമറ എടുത്ത് തുടങ്ങി ഞാൻ കുടുങ്ങി. ഇപ്പം ഉള്ളി ചെറുതായിട്ട് അരിയില്ല നൈസാക്കി അരിയില്ല, കൊളാവുന്ന പറഞ്ഞത്. എടി നിങ്ങൾക്ക് അതിന് കൊള ഇത് ഉണ്ടാക്കാൻ എനിക്കറിയില്ലല്ലോ. എന്താ പിന്നെ ആണ് ഞാൻ കൊണ്ടുവരാ പോലെ അയ്യില്ലോ. അത് ഓരോ ഇതിലും നിങ്ങൾക്ക് അതിൻ്റെ നിങ്ങളാ ഉണ്ടല്ലോ ക്വാളിറ്റി നെവർ അങ്ങനെ ആയിരിക്കില്ല. പ്രൊഫഷണൽ ബുക്കൊന്നുമല്ലല്ലോ, ഇതിപ്പോൾ ഒരു ചാലഞ്ച് ഏറ്റെടുത്തല്ലേ ഇവരെല്ലാവരും പറഞ്ഞപ്പോൾ. അപ്പോൾ ഇതാണ് ദിസ് കോൾ ഓണിയൻ കണ്ടില്ലേ. ഇതൊക്കെ എൻ്റെതായ ഇതിലാണ് ഉണ്ടാക്കുന്നുണ്ട്. അത് പെണ്ണുങ്ങൾക്കൊന്നും ഇഷ്ടപ്പെടില്ല ചിലപ്പോൾ അങ്ങനെ ആക്കുന്നതൊക്കെ. ഏതാണ്ട് തൽക്കാലം കണ്ടിട്ടുണ്ട് ഇതിലുണ്ടല്ലേ. ഓക്കെ റൗണ്ടിലല്ലേ. ഓക്കെ വെരി ഗുഡ്. റൗണ്ടിൽ എൻ്റെ കൈ എരിഞ്ഞു കഴിഞ്ഞാൽ മതി, അതാ പേടിപ്പോൾ. ഇതൊക്കെ കുറച്ച് പാടുള്ള പണിയല്ലേ കൈ. എന്നാലും ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനത്തെ ഈ റൗണ്ടിങ് കൂടെ ഏൽപ്പിച്ചില്ല ഇവര്. ഇന്നിപ്പോൾ ഈ റൗണ്ടിനോട് എല്ലാം പറഞ്ഞത് അത് മനുഷ്യൻ സ്ലിപ്പാക്കുന്ന എവിടെയാ. അവർ ടയർനെസ് ഉണ്ട്. ഏതാണ്ട് ഞാൻ ചാലഞ്ച് ഏറ്റെടുത്തുകൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പം ശേഷം ഭക്ഷണം കഴിച്ചിട്ട് ഇന്ന് അംസലാക്കാപ്പവൻ്റെ ബ്ലോക്കാണ് നടക്കേണ്ടത്. അല്ലെങ്കിൽ അവിടെ സൈനുദ്ദീനെ ഏൽപ്പിച്ചിരിക്കുകയാണ് എൻ്റെ ഗ്രൂപ്പ് ശ്രദ്ധിക്കാൻ. അല്ല അപ്പോൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇത് നടക്കില്ല. നാളെ നമുക്ക് ഇത് ഉണ്ടാവില്ലല്ലേ. അപ്പോൾ അതുകൊണ്ട് ഓക്കെ നൗ കത്തി ഉള്ളി റെഡിയാണ്, തക്കാളി റെഡിയാണ്, കുരുമുളക് ഉണ്ട്, എണ്ണ ഉണ്ട്. എണ്ണ വെളിച്ചെണ്ണാണ്, പക്ഷേ ഈ സാധനത്തിന് വേണ്ടി ശരിക്കും ഒലിവ് ഓയിലാണ്. അപ്പോൾ ഇതിൻ്റെ പേര് ഞാൻ അനൗൺസ് ചെയ്തില്ല, ലാസ്റ്റ് അനൗൺസ് ചെയ്യാം. ഒലിവ് ഓയിലുണ്ട്. ഇനി ഇതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പൊട്ടറ്റോ പുഴുങ്ങിയത് ഞാൻ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതും കൂടെ കൂട്ടുമ്പോൾ ഒരുപാട് ലെങ്ത് ആയി പോകുന്ന വീഡിയോ. പുഴുങ്ങി വെച്ചിട്ടുണ്ട്, അത് തൊലിച്ചിട്ട് ശരിക്കും കട്ട് ചെയ്യണം. അതിന് മുന്നായിട്ട് ഞാൻ കുക്കിംഗ് തുടങ്ങിയത്. അപ്പം അതിൻ്റെ ഡ്രസ്സൊക്കെ വന്നിട്ടാണ് കേട്ടോ. നല്ല ചളിയാവൂലേ, ബുദ്ധിമുട്ടല്ലേ. നമ്മളെ വയറ്റാണ്, വയറ്റ് പഞ്ഞ വാങ്ങി കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ നാളെ കച്ച ഉണ്ടാക്കും. ഇതെന്താണ് ഇത്? എന്താ ചളിയാഞ്ഞ പോലെ. സോ we are going to start our cooking. Okay, please be with me. അബുദാബിക്കാരൻ ഇതാണ് പുഴുങ്ങി വെച്ച പൊട്ടാറ്റോ. ദിസ് കോൾ പൊട്ടാറ്റോ. ഓക്കെ, നല്ല ചൂടുള്ള കയ്യിൽ നല്ല തോല് ഒഴിക്കണം. ഇപ്പം മനുഷ്യരുടെ കൈ ഫാനിന് ചൂട്. അപ്പൊ പൊട്ടറ്റോ ഒന്ന് ഇത് തൊലിക്കാൻ പാരയും കൊണ്ടുവരേണ്ടി വരും. ഞാൻ സ്വന്തം ചെയ്യാന്ന് പറഞ്ഞു. ഈ ചങ്ങായി ഇത് ഉള്ളിയും ഇതിന്റെ നൂലിരിക്കും പോകും. ഇത് എല്ലാവരും തിന്നാലും കുഴപ്പമില്ല ഈ സാധനത്തിന്. അതുകൊണ്ട് ഇത് ഇന്ത്യക്കാരൊക്കെ സുഖമായിട്ട് അടിക്കും. ഓരോ വായത്തിന് ഇത് പ്രശ്നമില്ലാത്ത. നമ്മളെ കേരളക്കാർക്ക് ഇത് വല്ലാതെ അടിച്ചാൽ വലിയ ബുദ്ധിമുട്ടാ. എന്നാലും നമ്മൾ സ്പെഷ്യൽ ഡിഷല്ലേ. കണ്ട ചിമാപ്പട്ടളം തോക്ക് ചൂണ്ടി നോക്കണ ചിമാപ്പട്ടളം. ഓക്കെ, നെക്സ്റ്റ് ആൾക്കാരെ കുറിച്ചാ. ഓക്കെ, ഇതൊക്കെ ഓക്കെ. നൗ വി ആർ ഗോയിങ് ടു ചോപ്പ് അവർ പൊട്ടറ്റോ. കട്ട് ചെയ്യാൻ പോകട്ടോ. വേസ്റ്റ് ഒക്കെ പിന്നെ വിൽ നോട്ട് വേസ്റ്റ് ഒക്കെ എടുത്ത് മാറ്റുമ്പോൾ ഇവിടെ വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോകും കേട്ടോ. ഇത് ചൂടുണ്ടെങ്കിൽ ഇതിന്റെ പേര് ലാസ്റ്റ് അനൗൺസ് ചെയ്യാം. കാരണം ചിലപ്പോൾ ഇത്
വിചാരിച്ചാൽ കിട്ടില്ല. പേടി ഇതന്നെ ഇടല്ലേ. ഇത് ചെറുതായിട്ട് പീസ് ആണെന്ന് തോന്നില്ല. ചെറുതായിട്ട് ചിരിക്കരുത്, കളിയാക്കരുത്. അപ്പൊ നമുക്ക് അടുത്ത കുക്കിങ്ങാ നോക്കിയാൽ കുക്ക് ചെയ്യാനുള്ള പരിപാടി നോക്കല്ലേ. അത് കളിയാക്കരുത്. ഇത് ഫ്രൈ പാനാണ്. ഫ്രൈ പാന് നമുക്ക് അങ്ങോട്ട് വെക്കുക. ഓക്കെ, ശേഷം വെളിച്ചെണ്ണ വയ്ക്കുക. ഒന്ന് വെള്ളം വറ്റിക്കോട്ടല്ലേ, അല്ലെങ്കിൽ ഇതിൽ ഈ പരിപാടി എന്ന് പറഞ്ഞാൽ എണ്ണ കുറച്ച് കൂടുതൽ ഒഴിക്കണത്. അതുകൊണ്ട് അയ്യോ അത്ര പറഞ്ഞു എണ്ണ കുറച്ചുകൂടെ ഒഴിക്കണമെന്ന്. എന്താ ഓക്കെ, ഈ സാധനത്തിനുള്ള ഇതിൻ്റെ പേര് ഞാൻ അനൗൺസ് ചെയ്യണപ്പോൾ ദിസ് കോൾ വാട്ട് വി കോൾ സ്പാനിഷ് ഓംലെറ്റ്. വളരെ വെറൈറ്റിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്, ഹെൽത്തി ഫുഡാണ്, എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും. ഒരു 6 മുട്ടോട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു 4-5 ആൾക്ക് തിന്നാണ്ടാവും വിത്ത് ബ്രെഡ്. ഇതൊരു ബ്രെഡ് ഉണ്ടെങ്കിൽ വൈകുന്നേരം കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു വിഭവമാണ്. വിഭവമല്ല, വിഭവമാണ് കിട്ടുന്നില്ല. ആരും കളിയാക്കരുതേ. ഇതെന്തെങ്കിലും പെടുന്ന എണ്ണ വെള്ളമുണ്ടല്ലേ. സോ ഉള്ളി വാട്ടിടും എന്നല്ലേ. ഉള്ളി ഇത് ഇന്നത്തെ ഡിഷനാണ്. No comments from your side. ഒന്ന് വാടിക്കോട്ടെ. എൻ്റെ ഐഡിയ ആയിട്ട് അവർ പറഞ്ഞില്ല. ലേശം വാടി വെച്ച് നമുക്ക് തക്കാളില്ല, അതിൽ പൊടക്കട. പത്തുമണിക്ക് ഒന്നും എടുക്കാൻ പറ്റാതെ എന്താ ചെയ്യുക? അതില്ല. വെളിച്ചെണ്ണ പുറത്ത് തെറിച്ചിട്ടോ. ചുറ്റുണ്ടോടെ വെളിച്ചെണ്ണ പുറത്ത് തെറിച്ചു. തൽക്കാലം ഇത് മാറിപ്പോയി. നമ്മളൊരു എലമെന്റ് ഇല്ലല്ലോ, നമ്മളൊക്കെ കിട്ടില്ലേ. ലിമിറ്റ് ഉണ്ടല്ലോ പെണ്ണുങ്ങളെ സഹായിക്കുന്നതിന്. അപ്പം പരിപാടി കുറച്ച് വെളിച്ചെണ്ണ എണ്ണ ഇത് ശരിക്കും ഒരുപോലെ അല്ല ഒഴിക്കേണ്ടത്. ഹെൽത്തി ഫുഡാണിത്. ഒരുപോലെ അയച്ചാൽ സൂപ്പറായിരുന്നു. ഒരുപാടിൻ്റെ നമ്മളായിരിക്കും പോയി വാങ്ങാനും കഴിയില്ല. പുറത്തോടെ പോവുക. ഇവിടെ തന്നെ ഷെബീറിനാണെങ്കിൽ തൽക്കാലം കുറച്ച് സാധനങ്ങൾ വെച്ചാൽ ഒപ്പിച്ചതാണ്. അവിടെ തന്നെ സാധനം ഇന്ന് വിഷുവായിട്ട് സാധനം തീർന്നുപോയി, എല്ലാ സാധനവും. അപ്പോൾ 6 കുറച്ച് ഉരുളക്കിഴങ്ങ് കിട്ടിയാൽ പ്ലാൻ ചെയ്യുന്നത്. അപ്പം അതാണ് ഇത്. ശരിക്കും ഇതും വേണം. എന്താണ് ക്യാപ്സിക്കോ വേണം. ക്യാപ്സിക്കോ ഉണ്ടെങ്കിൽ വളരെ സൂപ്പറാണ്. ക്യാപ്സിക്കോ കിട്ടാനില്ല, അതിന് പുറകിൽ പോകണം. എന്ത് ക്യാപ്സിക്കോ ഉണ്ടെങ്കിൽ സാർ ചെയ്യുന്നു. നോ കമൻറ്റ് ഫ്രോം യുവർ സൈഡ്. ഓക്കെ, ഇതാ സംഗതി ഇനിയിപ്പോൾ അടുത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാ നല്ലോണം വാടണം. ദിസ് ഈസ് പ്രവാസി കുഞ്ഞാക്ക കിച്ചണിലേക്ക് സ്വാഗതം. അതേക്ക് പറയാറുള്ളൂ. നമുക്ക് കുറച്ച് ഉപ്പെടുക്കുക, കുറച്ച് മുളകെടുക്കുക, കുറച്ച് ഉള്ളി എടുക്കുക. ഐ ഡോണ്ട് നോ ഹൗ ടു സ്പീക്ക് ലൈക്ക് ദാറ്റ്. അതുകൊണ്ട് എൻ്റേതായ ശൈലിയിൽ ഞാൻ ഉണ്ടാക്കുകയാണ്. പക്ഷേ നല്ലൊരു ഡിഷായിരിക്കും. ഐ എം ഷുവർ ദിസ് നല്ലൊരു ഡിഷായിരിക്കും. അപ്പം അതുകൊണ്ട് എല്ലാവരും കാത്തിരിക്കുക. ക്യാമറ വുമൺ മൈ വൈഫാണ്. മിസ്സിസ് റഹിയാന നാസർ, സൺ ഓഫ് കോയക്കുട്ടി ഫ്രം ചെലവൂർ. സോറി, ഡോക്ടറോ. ഭക്ഷണം ഉണ്ടാക്കണേ ഇതിൽ സണ്ണൊക്കെ വരുമ്പോ ഡോക്ടറും എന്നൊക്കെ മറന്നു. അതെ, സണ്ണാണല്ലോ. ഞാൻ പെണ്ണുങ്ങളെ ജോലി ചെയ്ത് അപ്പോൾ ഞാൻ പെണ്ണു വയ്ക്കുവാണോ? അതാണ് ഓട്ടോമാറ്റിക്കായിട്ട് വായിൽ വന്ന് വളരെ ശരിയാ, കറക്റ്റാ പറഞ്ഞു. അപ്പോൾ ഉപ്പ് ലേശം ഉപ്പില്ല, കുറച്ചിട്ടാ. കൂടുതലിട്ട് കഴിഞ്ഞാൽ ആ കുളവും പിന്നെ വേണ്ട.
അല്ല എപ്പോഴും വേർക്കാണെങ്കിൽ വെച്ചിട്ട് എനിക്കാണ് ഈ വേർപ്പിൻ്റെ അസുഖം ഉണ്ടാകൊണ്ട് സത്യത്തിൽ ഇപ്പം ഞാൻ കൊഞ്ഞു പൂന്ന് കൊണ്ട് കണ്ടിട്ട് ഏറ്റെടുത്ത് കുടുങ്ങിയതാതുകൊണ്ട് ഉപ്പ് കൂടിക്കഴിഞ്ഞാൽ ആവശ്യത്തിന് ഉപ്പിടുക ഞങ്ങൾ പറഞ്ഞാൽ എന്താ പറയല് ഷെമീന കിച്ചണിൽ പറഞ്ഞില്ലേ ആവശ്യത്തിന് ഉപ്പം ചേർക്കുക വെള്ളം ചേർക്കുക എന്നിട്ട് എടുത്തു മാറ്റി വെക്കുക അങ്ങനെയൊക്കെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് പറയാൻ അറിയില്ല അതാ പ്രശ്നം കൈ ചൂടായിട്ടേ കൊള്ളുണ്ട് തൻ്റെ കൈക്കുള്ള മകൾ എടുത്തില്ല ഓക്കെ ആ പ്രൊഫഷണൽ ലുക്ക് ഉണ്ട് ഇപ്പം യെസ് ഇതാണ് മക്കളെ സ്പാനിഷ് പൊട്ടറ്റോ സോറി സ്പാനിഷ് ഓംലെറ്റ് നല്ലൊരു വിഭവമാണ് കുട്ടികൾക്ക് കൊടുക്കാൻ പോകുന്ന സാധനമാണ് നമ്മൾ മറ്റൊരു പറയില്ലേ വെങ്കിട്ട് കുട്ടികൾക്ക് കൊടുക്കുന്നത് പറ്റുന്ന സ്നാക്കിന് പറ്റിയ സാധനം അതേപോലെ സാധനം ഇട്ടത് അപ്പോൾ എല്ലാവരും ഇത് ഒന്ന് പരീക്ഷിച്ച് നോക്കാം ലേശം ഇത്ര പ്രൊഡക്റ്റൊന്നും വേണ്ട ഒരു കുറച്ചുണ്ടാവും ഞാൻ പിന്നെ കുറച്ച് കൂടുതൽ ഉണ്ടാക്കത്തില്ല ഏതായാലും ഉണ്ടാക്കല്ലേ നമുക്ക് എല്ലാവരും കടിക്കാനൊന്നുമില്ല നമ്മൾ നാലാളുള്ളല്ലോ ഇവിടെ അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ രാത്രി കലാപരിപാടി തുടങ്ങിയത് ഓക്കെ അപ്പോൾ ഇനിയിപ്പോൾ അടുത്തത് ഇതെന്താ എങ്കിൽ ഒന്നും കൂടെ ആട്ടെ ഇതെന്താ ഒരു ആവത്തെ ഇത് നാളെ മോൻ ഉണ്ടാക്കി പെട്ടെന്നായിട്ട് അങ്ങനെയൊക്കെ ഇതെന്താ വാപ്പ ഉണ്ടാക്കി ആവില്ലേ സോ പേരിലൂടെ വളരെ സന്നദ്ധമാണ് പക്ഷെ സാധനം തിന്നാൽ എങ്ങനെ ഉണ്ടാവുന്നത് സത്യത്തിൽ കഷ്ണം മൊത്തത്തിന് ശേഷം പെട്ട് കട്ടിപിടിപ്പോയി അതുകൊണ്ടാണ് നിങ്ങളുടെ ഉടഞ്ഞിട്ടത് പെണ്ണുങ്ങൾ അടച്ചപ്പം സ്പൂണോട് വെച്ച് ഉടക്കാൻ പറ്റത് നോൺ സ്റ്റിക്ക് പാത്രമല്ലേ ചിലപ്പം കേടുന്നു അതൊരു പ്രശ്നമാണ് കാര്യമില്ല എന്താ ചെയ്യാം ആയിക്കോളും അതിൻ്റെ അടുത്ത് അടി പിടിക്കില്ലോ വേറെ വലിയ അടി പിടിക്കും എന്താ ചെയ്യുന്നത് ഇങ്ങനെ നോൺ സ്റ്റിക്ക് പാത്രമല്ലേ വേദന അടി പിടിക്കുക അങ്ങനെ ഉണ്ടോ തീ കൂടിക്കാൻ ഇതൊന്നും മറ്റേ കുക്കറി ഷോയിൽ പറയാൻ പറ്റില്ലല്ലോ തീ ഓടിയിട്ട് മണം കെട്ടാണ് ഈ സിമ്മ് വെക്കുക എന്നൊക്കെയല്ലേ പറയില്ലേ സിമ്മ് വെക്കുക എന്നൊക്കെ പറയാം പിന്നെ സൗദി അറേബ്യയിലൊക്കെ പോയിട്ട് പഠിച്ച ആദ്യത്തെ പണി എന്താ അറിയോ മോരുകറി അത് വളരെ എളുപ്പമാണ് മോരുകറിയും കോഴി വെച്ചു അത് വെള്ളിയാഴ്ച അധികം അല്ലാത്ത പെട്ടെന്ന് ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ മോരുകറിയാണ് ഉണ്ടാക്കുക പെട്ടെന്ന് കഴിയും മോരൊന്ന് എടുക്കുക ഒന്ന് ചുവച്ച അതിന് ശേഷം മഞ്ഞളിടുക കൂടുക നേരെ ചൂടാകുന്നില്ല ചൂട് അത് ഒന്നായിട്ട് വല്ലതും തറച്ച് കഴിഞ്ഞാൽ അത് പിരിഞ്ഞു പോകും അതിന് മുന്നായിട്ട് ഇറക്കിയേക്കാം അതിൻ്റെ ഒപ്പം ചിലപ്പോൾ എളുപ്പത്തിൽ നമ്മൾ ടൂണാമീൻ ഫിഷ് കൊണ്ടുവന്നിട്ട് അതൊന്ന് ചുവച്ചെടുക്കും അല്ലെങ്കിൽ മുട്ട ഓംലേറ്റ് അല്ലെങ്കിൽ ചിക്കൻ പീസ് ലെഗ് പീസ് കൊണ്ടുവന്നിട്ട് പൊരിക്കും അതാണ് നമ്മളെ പെട്ടെന്നുള്ള പണി അതൊക്കെ പഠിച്ചിട്ടുള്ളൂ കാര്യമായിട്ട് ഓക്കെ ഇത്രയൊക്കെ മതിക്കും തൽക്കാലം ആൾക്കാർ ആരും വരുന്നതിലും ഇത്ര അറിയുള്ളൂ വീഡിയോയാണ് ഒരുപാട് പോകേണ്ടത് കുറച്ച് കട്ട് ചെയ്ത് കൂടി പോയി അതുകൊണ്ടാണ് തൽക്കാലം നിർത്തുക ഇനി അടുത്ത കലാപരിപാടി ഞാൻ പറഞ്ഞത് ഓഫ് ചെയ്ത് ഓക്കെ അല്ല മുട്ട ഉടച്ചപ്പോൾ എടുക്കപ്പെട്ടത് അറിയാം ഹസ്ബൻഡുണ്ടോ ആ ഉണ്ട് മുട്ട ഒന്നായിട്ട് താഴ്ത്തുന്നു മോളെ എനിക്ക് പണിയാവും കേട്ടോ എന്തേ ഒരു കണ്ടുപിട്ടാനാണ് ഒരു മുട്ട ഓംപ്ലേറ്റ് അറിയാത്ത ആളാന്ന് വിചാരിക്കില്ല ആൾക്കാർ എങ്ങനൊക്കെ അത് പുറത്തുനിന്ന് കാണിച്ചു വിട്ടാൽ അവസരം മാക്സിമം യൂസ് ചെയ്യുന്നുണ്ടല്ലേ हिंदी तो मैं बोलता है स्वामी तुम्हें के बालो वैसी അത് കേട്ട പാട്ട് ക്യാ ഹുവാ ഇനി കലാപരിപാടിയാണിത് ഇത് കണ്ടില്ലേ ഇത് എന്താണെന്ന് എനിക്കറിയില്ല ചിലപ്പം വീണ് പൊട്ടാൻ സാധ്യതയുണ്ട് ഇത് കുരുമുളക് ആഹാ കുരുമുളക് കൈ വഴിക്കുന്ന മുളക് വീണ് പൊട്ടിയാൽ വേറെ വാങ്ങിച്ചു തരില്ല കേട്ടോ അതുകൊണ്ടാണ് ഈ അഡ്ജസ്റ്റ് കുരുമുളക് കണ്ടില്ലേ മറ്റേ ഇതിൽ സത്യത്തിൽ വേറെ മുളകൊന്നും ഇടുന്നില്ല ക്യാപ്സിക്കം ഇടുമായിരുന്നു
ക്യാപ്സിക്കോ ഇടുമായിരുന്നു. അപ്പോൾ ക്യാപ്സിക്കോ കിട്ടാനില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കുരുമുളക് ശേഷം വേണമെങ്കിൽ നമ്മളെ ചെറിയ വലിയ പച്ചമുളക് ഒന്ന് അരിഞ്ഞിട്ട് അതിൻ്റെ കുരു നോക്കിയിട്ട് മേലെ നമുക്ക് ഇടാൻ വേണമെങ്കിൽ എന്താ ഒരു അലങ്കാരമായിട്ട്. കാരണം ക്യാപ്സിക്കോ ഇട്ടില്ലാത്തതുകൊണ്ട്. ഇത് മതി. പൊടി പോലെ ഇനിയൊരു പണി കൂടെ ചെയ്യാം. തൽക്കാലം ഇതൊന്നും ഇങ്ങോട്ട് അരിഞ്ഞിട്ട് എരുളാണോ എരുളില്ലാത്തോടോ? എരുളാണോ എരുളില്ലാത്താണോ? അല്ലേ രണ്ടെണ്ണം ഒന്ന് മതിയോ? എവിടെ ഒന്ന് വരെ ഒരു ഒഴിവാക്കി തൽക്കാലം ദിസ് ഇസ് ഫോർ ഓൺലി ഫോർ ഡെക്കറേഷൻ ആയി തൽക്കാലം ഇടുന്നത്. ഇനി ചെയ്യാനുള്ളത് ഇതാ നമ്മളിവിടെ ഉണ്ടാക്കി വെച്ച സാധനമില്ലേ, ഇതായത് ഇടുക. അതിന് മുന്നായിട്ടൊന്ന് അടിക്കട്ടത്. സത്യത്തിൽ അടിക്കാൻ നമുക്ക് ഇതിൻ്റെ ഉള്ളിലൂടെ അടിക്കാൻ നമുക്ക് ഇവിടെ ഉണ്ടല്ലോ. ആ അതിനടുത്ത് ലേശം പഞ്ചസാര ഉണ്ടോ അവിടെ? ലേശം ഒരു തുള്ളു പഞ്ചസാര ഇടുന്നത് നല്ല. കാരണം അത് എപ്പോഴും ഒരു നുള്ളു പഞ്ചസാര കൈയോടെ തന്നെ എടുക്കുന്നത് കേട്ടോ. ഒരു നുള്ളു പഞ്ചസാര ഇതിട്ടാൽ ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഓക്കെ, നുള്ളു പഞ്ചസാര കേട്ടല്ലോ. ഓക്കെ, അത് മതി. ഇനി ചെയ്യാൻ നമുക്ക് ഉപ്പിടണം. ഞങ്ങൾ ശ്രദ്ധിക്കല് ക്യാമറ ഇട്ടേ, കാരണം ഞാൻ കുക്കല്ലേ, ഞാൻ നോക്കല്ലേ. അതിൽ ഉപ്പിട്ടുകൊണ്ട് ഇപ്പം അത്ര എന്താ ലേശം ഉണ്ടാവും. ഓക്കെ, ഉണ്ടാവും വിചാരിക്കാം. ഉപ്പ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇത് ഇനി എടുക്കുമ്പോൾ ഇതൊന്ന് എണ്ണ വല്ലാണ്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒഴിവാക്കിയിട്ട് മേൽഭാഗത്ത് തൊടി എണ്ണ ഒഴിവാക്കുക. കുറച്ച് എണ്ണ കൂട്ടേണ്ടതാണ് ശരിക്കും എൻ്റെ നിയമം. അപ്പം നമ്മൾ അതിനകത്ത് എണ്ണ ഒഴിച്ചില്ല. ശരിക്കും ഒരുപാട് ഒഴിക്കുകയാണ്, ഒരുപാട് ഒഴിക്കും. തിളച്ചിങ്ങ മേലെ നിൽക്കും. ഇതിൻ്റെ ശേഷമാണ് ആ എണ്ണ ഒഴിവാക്കിയിട്ട് ഇങ്ങനെ എടുക്കും. എണ്ണ ഇല്ല ശേഷം ഇവിടെ ഊറിക്കുന്നു കണ്ടോ. ഈ എണ്ണ ഊറിക്കണ്ടില്ലേ? ഈ എണ്ണ ഊറിക്കുന്നതിൽ ഇടണ്ട. എന്തിനാ? ഞാൻ പ്രൊഫഷണൽ ഷെഫായിരുന്നതുകൊണ്ട് വേണ്ടില്ലേ, ഞാൻ വിചാരിച്ച മാതിരി തന്നെ എണ്ണ അങ്ങനെ വേറെ സെപ്പറേറ്റ് കിട്ടി. ഈ തൊപ്പിയും കൂടെ വേണ്ടി. തൊപ്പിൻ്റെ ഞാനവിടെ തൊപ്പിൻ്റെ ഞാൻ തൊപ്പിൻ്റെ കൊണ്ടുകൂടെ വന്ന് ഓക്കെ വേർത്ത് മുങ്ങുന്നുണ്ട് മനുഷ്യൻ. നിങ്ങളൊക്കെ എങ്ങനെയോട് 2 മണിക്കൂർ കിച്ചണിൽ കളിക്കുന്നത്? നമ്മൾ 10 മിനിറ്റ് ആകുമ്പോൾ വേർത്ത് മുന്നിലൂടെ. അമ്മായിൻ്റെ മോളെ ഞാൻ നിക്കാഹ് ചെയ്തിട്ടാകെ കുഴപ്പത്തില്ല. ഇതാ നേരാമ്പം ഭക്ഷണം ഞാൻ തന്നെ ഉണ്ടാക്കാണ് കണ്ടില്ലേ കുഞ്ഞുമക്കളെ. ഓക്കെ, എണ്ണ ഉണ്ടല്ലേ സെപ്പറേറ്റ്. ഇതാണ് പ്രൊഫഷണൽ ഷെഫിൻ്റെ ഗുണം. ഞാൻ പറഞ്ഞില്ലേ എണ്ണ സെപ്പറേറ്റ് ഇട്ടെന്ന്, അതുകൊണ്ടല്ലേ പ്രശ്നമില്ല. ഓക്കെ, ഇനി ഇതൊന്ന് ഫുള്ളായിട്ട് അടിക്കാം. ഓക്കെ, ഒന്നായിട്ട് ഇങ്ങോട്ട് ഇതാ നോക്കി ഇങ്ങോട്ടായി. ഇനി നമുക്ക് ഇത് കണ്ടില്ലേ ഒരു 5 മിനിറ്റ് ഇവിടെ വെക്കുക. 5 മിനിറ്റ് വെക്കാമെന്ന് ഇവിടെ സമയമില്ല. കാരണം വെച്ചാൽ നിങ്ങൾക്ക് വീഡിയോ ഡയറക്റ്റ് ഷൂട്ട് ചെയ്യല്ലേ. അപ്പോൾ ആസ് പെർ റൂൾ 5 മിനിറ്റ് വെക്കണം. അതിന് സമയമില്ല, ഞാൻ നേരെ പൊരിക്കാൻ പോകാം. കാരണം അല്ലെങ്കിൽ ഒരുപാട് സമയമാവും. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഇത് ഓംപ്ലേറ്റ് ആക്കണം. സ്പാനിഷ് ഓംപ്ലേറ്റ്. ആൾ ഫുൾ ടയർഡായാലും കറണ്ട് വരും. ചാലഞ്ച് ചെയ്തതുകൊണ്ട് മാത്രം ഇതിൽ ഒഴിക്കേണ്ട എണ്ണ നമ്മളുണ്ടല്ലോ ഇവിടെ നിർത്തി ചെന്നല്ലേ എണ്ണ ഒഴിച്ചാൽ ഇവിടെ തുടങ്ങി വെള്ളം എടുത്തത്. അപ്പോൾ ഈ എണ്ണ ഇതിൽ ഒഴിക്കുക. ശേഷം
ചോദിച്ചാൽ മതി. ഞാൻ ചെറിയത് ഉപയോഗിക്കാൻ കാരണം എന്താ പറയുക, വലിയ ഒറ്റ എനിക്ക് ഉണ്ടാക്കാം, പക്ഷെ അത് നമ്മൾ മറിച്ചിടാനൊക്കെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് ആക്കിയത്. എണ്ണ കുറച്ച് കൂടുതലുണ്ട്, ഇതൊക്കെ കഴിക്കാൻ. ഓക്കെ, അല്ലെങ്കിൽ എന്താ അറിയോ, അത്ര വലുത് മറിച്ചിടാൻ കഴിയില്ല. കണ്ടില്ലേ എങ്ങനെയുണ്ട് സംഗതി കണ്ടിട്ട് സാറല്ലേ? ഇത് സ്പാനിഷാണോ കൂനിഷാണോ എന്നുള്ളത് ഇപ്പോൾ പുറത്തിറങ്ങിയതല്ലേ. ഈ ലേശം കുറച്ച് വെക്കുക. വന്നോട്ടെ സംഗതി വന്നോട്ടെ. ഈ ലേശം കുറച്ച് വെച്ചാൽ എന്താ അറിയോ, ഇങ്ങോട്ട് വന്നോളൂ. വെന്തുകണ സാധനം ആളുണ്ട്. ഇത് മറ്റുള്ള സൗകര്യത്തിനാണ്. So Spanish omelette going to be finished. You will be ready within 2 minutes. So എന്താ സ്മെല്ല്? ഇപ്പം കിട്ടിയാലൊരു 4 പൊറാട്ടയും അടിക്കുമോ? പൊറാട്ടനെ കൊടുത്ത് നല്ല ടേസ്റ്റ് ഉണ്ട് സാധനം. പക്ഷെ പൊറാട്ടക്കുള്ളിൽ ചപ്പാത്തി, പൊറാട്ട, ബ്രെഡ് അതൊക്കെ കൂട്ടി അടിച്ചാലുണ്ടല്ലോ. ഇത് മതി. ഇത് ചെറുതായിട്ട് വന്നു തുടങ്ങി. ഇപ്പം ഞാൻ മറിച്ചിടണം. മറ്റിടാനായില്ല. ഇതൊരു കഷ്ടമാണ്. ഇതിലൂടെ ഞാനാണ് കുക്ക് ചെയ്യല്ല. സൂപ്പർ. എന്താ ടേസ്റ്റ്! അതിന് സ്മെല്ലില് ഈ അടിയില്ലേ, മറ്റേ ഒരു അണ്ണാച്ചില്ലേ, എന്തെങ്കിലും തമിഴ്നാട്ടിൽ ഒന്ന് നമ്മളെ മനോരമന്റെ കുക്കറി ഷോയില് സ്മെല്ലൊക്കെ ടേസ്റ്റ് പറയുന്നത് ഞാൻ നോക്കിയിട്ട് സ്മെല്ല് നോക്കിയിട്ട് പറയും. അതാണ് അതിന്റെ ശരി. എന്താ സാറ് കണ്ടില്ലേ? ഇതാണ് what do you call for this Spanish omelette. Okay, ഇത് ഫ്രഞ്ചുകാർ സ്പാനിഷ് അവരുണ്ടാക്കുന്നത് ഓംലെറ്റ് ആണ്. ഇത് നമ്മുടെ കേരളത്തിൽ ഉണ്ടാക്കാൻ കുറവാണ്. അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. കുട്ടിയെ കൊടുത്തൊക്കെ ഹെൽത്തി ഫുഡാണ്. ഒരു എരുണ്ടാവില്ല, ഒന്നുമില്ല. അതിൽ മുളകൊന്നും ഇല്ലല്ലോ. ലേശം കുരുമുളക് മാത്രമേ ഉള്ളൂ, വേറെ ഒരു എരുട്ടില്ല. അതാണ് എൻ്റെ മുളക്. സോ ഓഫ് ചെയ്യട്ടെ. എന്നിട്ട് ഒന്നും സംഭവിക്കില്ല ഈ വിചാരിച്ച. എങ്ങനെ ഞാൻ പ്രൊഫഷണൽ അല്ലേ? ഞാൻ ഇടക്കിടക്ക് ചോദിക്കുന്നത് ബോറടിക്കണ്ടോ? ഇതിലാണ് ഞാൻ പ്ലേറ്റ് എടുത്ത്. ഇനി ഒന്ന് തിരിച്ചിട്ടുണ്ട് ആക്കി കഴിഞ്ഞാൽ സംഗതി കിടോ. കിടോ സൂപ്പർ. പൊളിച്ച് ഇങ്ങനെ പറയുമ്പോൾ പുതിയ ന്യൂ ജനറേഷൻ പൊളിക്കുക. അതെ, ഡിസ്കൗണ്ട് പൊളിക്കൽ. എൻ്റെ ഈ സ്പാനിഷ് ഓംലെറ്റിന്റെ ഇൻഗ്രീഡിയൻസ് കൂട്ടിയിട്ട് നിങ്ങൾ ആരെങ്കിലും ഇത് കോപ്പിറൈറ്റ് എടുത്താൽ ഉറപ്പാണ് ഞാൻ ലീഗലായിട്ട് ആക്ഷൻ എടുക്കും, കോർട്ടിൽ പോകും. പ്രത്യേകം പറയാനുള്ള ഷമീനോടും പാസിജനോട് അഫ്രമോനോട്, ഈ 3 പേരാണ് ഇത് കോപ്പി അടിക്കാൻ റെഡി എടുക്കുന്നത്. ആരും കോപ്പി അടിക്കരുത്. ദിസ് മൈ ഓൺ പ്രോപ്പർട്ടി. ഓക്കെ, ഞാനിതിൻ്റെ യൂട്യൂബിലിടും. പ്രവാസി കുഞ്ഞാക്ക യൂട്യൂബ് ചാനൽ. Please subscribe Pravasi Kunyaka YouTube channel. On coming days, there will be more entertainment program will be coming there. Okay, so please subscribe. Abu Dhabi, 32 വർഷം സൗദിയിൽ നിന്ന് ഒരുപാട് അനുഭവങ്ങൾ ഞാൻ അവിടെ വിവരിക്കാൻ പോകുന്നുണ്ട്. എല്ലാവരും നമ്മുടെ കുടുംബക്കാരെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഹെൽപ്പ് ചെയ്യണം. ഇതേപോലെ വിഭവങ്ങൾ നിങ്ങൾക്ക് കാണാം. ബാച്ചിലേഴ്സ് ആയി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ആളുകൾ മാത്രം ഉണ്ടാക്കാൻ കഴിയാവുന്ന പല വിഭവങ്ങളായി ഞാൻ ഉണ്ടാകാൻ പോവാണ് അടുത്ത ദിവസങ്ങളിൽ. അപ്പോൾ ആളുകൾ സ്ത്രീകളെ കിച്ചൺ മാത്രമല്ല ആണുങ്ങളെ കിച്ചണും കൂടെ പ്ലീസ് എൻ്റെ ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അത് കഴിഞ്ഞ ഉടനെ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, സോ യാർവേലി സാർ ഇതൊന്ന് തോട്ടാൻ ഇതിടാം. അടുപ്പ് ഓഫ് അത് ഞാൻ മറന്നു. ഓക്കെ സാർ
Don't edit anything. Don't edit anything. Okay. Don't do editing. So, മക്കളെ സ്പാനിഷ് ഓംപ്ലേറ്റ്. സ്പാനിഷ് ഓംപ്ലേറ്റ്. ഓക്കെ. നിങ്ങൾ തിരിച്ചുള്ള കൊടുത്തല്ലോ. പ്ലേറ്റ് പൊട്ടിയാൽ കമ്പനിക്ക് പോയി. യെസ്. ടേക്ക് എ ഫോട്ടോ. സ്പാനിഷ് ഓംപ്ലേറ്റ് വിത്ത് ലിറ്റിൽ കരിയൽ. കുറച്ച് കരിയലുണ്ട്, പക്ഷെ നോ പ്രോബ്ലം. അത് ലേശം എന്താ പറയുക, സംസാരത്തിനിടയ്ക്ക് ഓഫ് ചെയ്യാൻ കൊണ്ട് അതാ സംഭവിച്ചത്. അപ്പോൾ നോ ഇഷ്യൂ, പ്ലീസ് ട്രൈ എവരി വൺ. പെണ്ണുങ്ങൾ ഓർഡർ, കാരണം ഇത് കഴിഞ്ഞു വരും, ഞാൻ അടുത്ത് കരിയാറെടുക്കണം. എന്തോ ഒരു കഷ്ടമാണ്. ഇവിടെ 10 മിനിറ്റ് കൂടാൻ പറ്റില്ല വീഡിയോ. ഓക്കെ. അന്നും പറഞ്ഞ് ഞാൻ പാണ്ടെന്നായി പാണ്ടിക്കാ സ്ഥലം കേട്ടണ്ട, പണ്ടാര പറ്റിക്കോരറ്റ പറ്റും കൊടുത്ത് കുടുംബത്തിൽ പോറ്റണ്ട. അന്നു പറഞ്ഞ് ഞാൻ പാണ്ടെന്നായി പാണ്ടിക്കാ സ്ഥലം കേട്ടണ്ട, പണ്ടാര പട്ടിക്കൊരറ്റ പറ്റും കൊടുത്ത് കുടുംബത്തിൽ പോറ്റണ്ട. ചന്താ മലർക്കനിയേ നിനക്കുള്ള സംഗീതം ഞാൻ അറിയും. പെണ്ണുങ്ങൾ ഫയർ ചെയ്യാൻ തുടങ്ങിയതിപ്പം ഇത് പരത്തിലേക്ക് കിട്ടാറുണ്ട്. ആ ഇത് വൺ ടോക്ക്. ഡോണ്ട് ഇന്റർഫെയർ ബിറ്റ്വീൻ. യു അണ്ടർസ്റ്റാൻഡ്? ഇത് ഞാൻ സ്വന്തം ഉണ്ടാക്കുക. മനസ്സിലായോ? ബാക്കി കേട്ടോ ചെയ്യാനാ. മക്കളെ ഷെമിനോളെ എങ്ങനെയാണ് സിമ്മിട് അങ്ങനത്തെ സിമ്മിടല്? പണ്ടൊക്കെ വിചാരിച്ചിരുന്ന സിമ്മിടൽ പറഞ്ഞ മൊബൈൽ സിമ്മിടലാക്കി. പിന്നെ മനസ്സിലായി സിമ്മിടൽ കുക്കിങ്ങിന്റെ ഒരു തീയിന്റെ അഡ്ജസ്റ്റ്മെന്റ് ആണെന്ന് മനസ്സിലായത്. ഓക്കെ. സുഖം കണ്ട തിന്നാൻ ടേസ്റ്റിലാ. വളരെ ടേസ്റ്റിലാണ്. സ്മെല്ലോട് മനസ്സിലായിട്ട് ഞാൻ MA LLB FRCS ലണ്ടനാണ്. Please help me anyone. വിട്ടുതരില്ല. ഓക്കെ. ഞാൻ പ്ലേറ്റ് അങ്ങനെ തുടങ്ങാൻ പോകാം കലാപരിപാടി. ഉണ്ടാക്കിയാൽ 5-6 ആൾക്ക് ശരിക്കും തിന്നാണ്ടാവും. 4 ആൾക്ക് 5 ആൾക്ക് എന്തായാലും തിന്നാണ്ടാവും. ഇതായതിൻ്റെ ഗുണം. സ്പാനിഷ് ഓംപ്ലേറ്റ് ഇൻ ടോപ്പ് ഓഫ് ദർ ഇസ് എ ടൊമാറ്റോ, പൊട്ടറ്റോ തേർ ഉണ്ടാവും. പ്ലേറ്റ് കൂടെ ഉണ്ടല്ലേ. കണ്ണറ പാറേ പുന്നാറ മോനിയും മോനിയും മോനിയും. ഇതാണ് മക്കളെ എൻജോയ് ചെയ്ത് ഭക്ഷണം ഉണ്ടാക്കുന്നത്. മനസ്സിലല്ലേ? ഓ പ്ലേറ്റ് പൊട്ടിയാൽ നമ്മൾ ഔട്ട്. കോല ഔട്ടാവും പ്ലേറ്റ് പൊട്ടിയിട്ട്. ഓക്കെ. സോ നൗ ടു സ്പാനിഷ് ഓംപ്ലേറ്റ്. വാട്ട് യു വാണ്ട്? സ്പാനിഷ്. അപ്പോൾ അത് ബ്രെഡ് ടോസ്റ്റ് ചെയ്യാൻ ഇങ്ങനെ വെക്കുക. As a sample only, will not show you more. Okay. ഒരു 3 minutes, ഫസ്റ്റിൽ 5 minutes, അതിന് 3 minutes പോകും. എന്നുവെച്ചാൽ അടുത്തൊരു ബ്രെഡും കൂട്ടി അടിക്കാം തൽക്കാലം. പൊറാട്ടൻ്റെ പൊറാട്ട അടിക്കാം, ചപ്പാത്തി അടിക്കാം. വേറൊരു ഓംപ്ലേറ്റ് ഉണ്ട്, അത് സെപ്പറേറ്റ് ഓംപ്ലേറ്റ്. അത് ഞാൻ പിന്നെ പറഞ്ഞിട്ടുണ്ട്. അത് ഓംപ്ലേറ്റ് പറഞ്ഞാൽ ഡിഫറെൻറ്റ് ഓംപ്ലേറ്റ് ഉണ്ടാകുന്ന ഒരു രീതിയുണ്ട്. അത് ഞാൻ ബാംഗ്ലൂർ പോയപ്പോൾ ചങ്ങായി കാണിച്ചിരുന്ന മുട്ടയിൽ ആ ഒരു വേറെ ഒരു പൊലിസ്റ്റാണ്. പെട്ടെന്ന് പണി വിത്തിൻ 2 മിനിറ്റ്സിലാകുന്ന ഓംപ്ലേറ്റ് ആണ്. അപ്പോൾ അത് ഞാൻ ഇന്ത്യയിൽ പിന്നീട് പുതിയ എപ്പിസോഡുമായി
ഐ വിൽ ബി ദർ. ഓക്കെ, ഓൺ യൂട്യൂബ് ചാനൽ പ്രവാസി കുഞ്ഞാക്ക. പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇതിൻ്റെ പരസ്യം കൂടെ കേട്ടോ, അതിനാണ് ഞാൻ ഇതിന് കയറിയത്. ഇന്ന് കണ്ടത് ജിന്നിനെ കണ്ട് ആരും കണ്ടില്ലല്ലോ. അടുത്തതുണ്ട് മക്കൾക്ക് കണ്ട ജിന്ന്, അടുത്ത എപ്പിസോഡാ. മക്കളെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളി. പുതിയ പുതിയ കഥകളെ വേണ്ടി ഞങ്ങൾ എത്തും. ചൂടാണ്. ലേശം നമുക്ക് അത് നെയ്യ് ലേശം നമുക്ക് നെയ്യ് വെച്ചോട്ടാൽ നെയ്യിച്ചോട്ടാൽ നല്ല സ്മെല്ലുണ്ടാവും. ആരതി ബാലു സാധനമൊക്കെ പിന്നെ എടുക്കപ്പോൾ തൽക്കാലം. യെസ്, കണ്ടില്ല ടോസ്റ്റ് ചെയ്ത ബ്രെഡ്. ഇതാണ് ടോസ്റ്റിംഗ് മെക്കാനിസം. യെസ്, ഓക്കെ. നൗ ടോസ്റ്റഡ് ബ്രെഡ്. അപ്പോൾ സ്പാനിഷ് ഓംലെറ്റ് റെഡി. അപ്പം 2 ബ്രെഡ് തൽക്കാലം ഞാനിവിടെ വെക്കുന്നു. ആസ് എക്സാമ്പിൾ ഇത് കട്ട് ചെയ്യാം. അപ്പം മുറിക്കാൻ നല്ല സുഖമുണ്ടാവും. അല്ല, തിന്നാനേ ആ സമയത്ത്. ഓക്കെ, ഓക്കെ. ഇതാണ് മക്കളെ സ്പാനിഷ് ഓംലെറ്റ്. സ്പാനിഷ് ഓംലെറ്റ്. What do we call it? Spanish omelette. ഇങ്ങനൊക്കെ ഉണ്ടാവും കേട്ടോ, മുടി പല മലയൊക്കെ ഉണ്ടാവും. തൽക്കാലം അപ്പോൾ ഞാൻ പണ്ടേ ഒരു സ്പീഡിലുള്ള കയ്യ, അതുകൊണ്ട് നിങ്ങൾ അലങ്കാരമായിട്ട് മുറിക്കാൻ കഴിയില്ല. തൽക്കാലം അപ്പം ഇതൊക്കെ ഒപ്പിച്ചിരുന്നു. ഓക്കെ, സോ നെക്സ്റ്റ് എടുക്കുന്നത്. ഇപ്പോൾ തൽക്കാലം പഠിക്കുന്ന കുത്തിരിക്കാൻ കഴിഞ്ഞില്ലേ പരിപാടി? ഇത് ഫൈനലല്ലേ? അപ്പം ഇത് 2 ബ്രെഡ് ഞാൻ തൽക്കാലം ഇവിടെ വെക്കുന്നു. 2 ബ്രെഡ് ഇവിടെ വെക്കുന്നു. ഇത് സ്പാനിഷ് ഓംലെറ്റിൻ്റെ. ഇനി വേണമെങ്കിൽ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വി ക്യാൻ ട്രൈ. ചുറ്റിനെ ഞാൻ ഡെക്കറേറ്റ് ചെയ്യണം. നിങ്ങൾ പ്രൊഫഷണലായി കൂടെ വെച്ചിട്ടാണ്. കണ്ടില്ലേ? അല്ല, 2 ഇല ഇവിടെ, 2 ഇല ഇവിടെ. ഓക്കെ, നൗ കൈ ചൂടാണ്. ഒന്നല്ല, 2 ഒന്നിച്ച് കാണിച്ചിട്ട് കാണിക്കാൻ പറ്റും. ആ മക്കളെ, ഇന്ന് ഞാൻ ഉണ്ടാക്കിയ വിഭവം സ്പാനിഷ് ഓംലെറ്റ്. എല്ലാവരും ട്രൈ ചെയ്യണം. എൻ്റെ കൈ ചൂടാവുന്നുണ്ട്. തൽക്കാലം ഞാൻ നിർത്തുകയാണ്. ഇതെല്ലാം ട്രൈ ചെയ്യുക. കുട്ടികൾക്കുള്ള വിഭവമായിട്ട് വൈകുന്നേരം കൊടുക്കുക. പിന്നെ എവരിബഡി ക്യാൻ ഈറ്റ് ദിസ്. This is a healthy food. So please try for everyone. So please subscribe my channel, Pravasi Kunyaka. Bye bye. See you. Masalama.